അക്കൗണ്ട്സ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, പക്ഷേ കോമ്പറ്റീഷനും ഉണ്ട്. ഫിനിഷിംഗ് സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ഒരു ഉറപ്പുണ്ട്, നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. മേ ബി ഒരു 1 or 2 years കഴിയുമ്പോൾ അവർക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും, കമ്പനിയുടെ ഡയറക്ടേഴ്സും ഹാപ്പി ആവും എന്നുള്ളൊരു കോൺഫിഡൻസോടെയാണ് നമുക്ക് ആ കുട്ടികളെ നമുക്ക് അങ്ങോട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ പേര് ലിയോ, ഞാൻ കമ്പനി സെക്രട്ടറിയാണ്. ഒരു 3 വർഷം മുമ്പ് ഇവിടെ നിന്നൊരു അമിത് എന്ന് പറയുന്ന ഒരാളെ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഞാൻ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ ഞങ്ങൾ ആക്ച്വലി ഇനീഷ്യലി എടുത്തപ്പോൾ നമുക്ക് എത്രത്തോളം സപ്പോർട്ട് ഉണ്ടാവും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ടാലി ആണെങ്കിലും സോഹോയിലാണെങ്കിലും സോഫ്റ്റ്വെയർസിലേക്ക് നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഭയങ്കരമായിട്ട് ആളിപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് മാനേജറായിട്ടാണ് ആൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ ഞങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന ഫേമുകളുണ്ട്, കമ്പനി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഫേമുകളുണ്ട്. അതിലേക്ക് നമ്മൾ ഇവിടുന്ന് റെഫറൻസ് ത്രൂ നമ്മുടെ സ്റ്റാഫായിട്ട് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്, പക്ഷേ കോമ്പറ്റീഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ട്രെയിനിങ്, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്ന രീതിയിൽ ട്രെയിനിങ് നല്ല രീതിയിൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് അവർ പല രീതിയിൽ പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.